ഹായ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു റവ കിച്ചടിയാണ്. അതിന് വേണ്ട അണ്ടിപ്പരിപ്പ്, വറ്റൽമുളക്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, റവ, 3/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സവാള, മല്ലിയില, കറിവേപ്പില, ഇത്രയും സാധനം ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട്. നെയ്യും എടുത്ത് വച്ചിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ഒരു റവ കിച്ചടി തയ്യാറാക്കാം. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ഒന്ന് വറുത്തെടുക്കാം. വറുക്കാതെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ വറുത്താണ് ചെയ്യാവുന്നത്. നമ്മൾ റവ വറുത്തിട്ടുണ്ട്. ഇത് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. റവയെല്ലാം വറുത്തൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇത്രയും കടലപ്പരിപ്പ്, അണ്ടിപ്പരിപ്പ്, വറ്റൽമുളക്, ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മൂത്ത് കഴിഞ്ഞ് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള, ബീൻസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി, അത് കഴിഞ്ഞ് നമുക്ക് ക്യാരറ്റ്, മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വാടിക്കഴിയുമ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അടച്ചു വെച്ചിട്ടൊന്ന് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് തിളച്ച വെള്ളം ഒഴിക്കണം. ഇനി അടച്ചു വയ്ക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി,
ഇനി നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ റവ കിച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം. നമുക്കൊരു പാത്രത്തിലോട്ട് കോരിയിട്ട് വയ്ക്കാം. നമ്മളൊരു പാത്രത്തിലോട്ട് വെച്ച് ഇങ്ങനെ നമുക്ക് ലാക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ റവ കിച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. പെട്ടെന്ന് തയ്യാറാക്കാൻ വലിയ പാടൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയൊക്കെ എടുക്കാം. ഇതിലൂടെ കഴിക്കാൻ നമുക്ക് ചമ്മന്തിയുണ്ട്. കറിയായിട്ട് ചമ്മന്തിയാണ് സൈഡായിട്ട് കഴിക്കുന്നത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കിയൊക്കെ നോക്കുക. നമ്മൾ കുറേ വെജിറ്റബിൾ കൂടുതൽ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. കയ്യിലുള്ള ഏത് വെജിറ്റബിൾ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. വലിയ പാടൊന്നുമില്ല. നിങ്ങൾ റവ കിച്ചടി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഒരു ദിവസം വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്നൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. രാവിലെയൊക്കെ കഴിച്ചിരിക്കാനൊക്കെ തയ്യാറാക്കാം നമുക്ക് പെട്ടെന്ന്. വലിയ പാടൊന്നുമില്ല. കുറച്ച് പച്ചക്കറി കട്ട് ചെയ്യുന്ന പാടേ ഉള്ളൂ, അല്ലാതെ വലിയ പാടൊന്നുമില്ല. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം. ഓക്കെ, ബൈ.